സലീം കുമാറിൻ്റെ പേരിൽ സ്മാരകം കേരള ബജറ്റിൽ 1 കോടി രൂപ മാറ്റിവെച്ചു. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സലീം കുമാറിനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. മിമിക്രിയിലൂടെ വന്ന് കോമഡി വേഷങ്ങൾ ചെയ്ത് നമ്മളെയെല്ലാം കയ്യിലെടുത്ത ഒരു മനുഷ്യനാണ്. ദേശീയ അവാർഡ് വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രിയ നടൻ സലീം കുമാറിനെ ആദരവായി കേരള സർക്കാരിൻ്റെ ബജറ്റിൽ ഒരു പ്രഖ്യാപനമുണ്ടായി. എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണിയണമെന്ന്. അതിനായി കേരള ബജറ്റിൽ 1 കോടി രൂപ മാറ്റിവെച്ചു എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കേരള ബജറ്റിലെ ഈ ഒരു പ്രസ്താവന വളരെ വിവാദമായിരിക്കുകയാണ്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ വരുന്നുണ്ട്. കൂടുതലും ആളുകൾ എതിർക്കുകയാണ് ചെയ്യുന്നത്. സലീം കുമാർ എന്ന കലാകാരനെ ബഹുമാനിക്കുന്നതിൽ ആർക്കും എതിർപ്പില്ല. ദേശീയ പുരസ്കാരം നേടിയ മികച്ച നടനാണ് അദ്ദേഹം. മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളും നിഷേധിക്കാനാവില്ല. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം സലീം കുമാറിനെ ആദരിക്കണോ എന്നതല്ല, ജനങ്ങളുടെ നികുതിപ്പണം എങ്ങനെ ചെലവഴിക്കണം എന്നതാണ്. കേരളത്തിൽ ഇന്നും ആയിരക്കണക്കിന് കുടുംബങ്ങൾ സ്വന്തമായി ഒരു കിടപ്പാടം പോലും ഇല്ലാതെ ജീവിക്കുന്നു. മഴ പെയ്താൽ ചോരുന്ന വീടുകളിൽ കഴിയുന്നവരുണ്ട്. ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളുടെ വരാന്തകളിൽ കാത്തുകിടക്കുന്ന പാവപ്പെട്ട രോഗികളുണ്ട്. ദുരന്തങ്ങൾക്ക് ശേഷം പുനരധിവാസം പോലും പൂർണ്ണമായി ലഭിക്കാതെ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സംസ്ഥാനത്താണ് ഒരു കലാകാരൻ്റെ പേരിൽ കോടികൾ ചെലവഴിച്ച് സ്മാരകം നിർമ്മിക്കാനുള്ള തീരുമാനം വരുന്നത്. 1 കോടി രൂപ കൊണ്ട് എത്ര വീടുകൾ നിർമ്മിക്കാമായിരുന്നു? എത്ര രോഗികൾക്ക് ചികിത്സ ലഭിക്കുമായിരുന്നു? എത്ര വിദ്യാർത്ഥികൾക്ക് പഠനസഹായം നൽകാമായിരുന്നു? അതിലേറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ കലാകാരന്മാരിൽ ഒരാളായിരുന്നല്ലോ കലാഭവൻ മണി. അദ്ദേഹത്തിന് ഇത്തരം ഒരു സ്മാരകമുണ്ടോ? നെടുമുടി വേണു, ഭരത് ഗോപി, ഇന്നസെൻ്റ്, കൽപ്പന തുടങ്ങിയ എത്രയോ പേരുണ്ട്. അവർക്കൊന്നും കോടികളുടെ സ്മാരകം പണിഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഒരു കലാകാരനെ സ്മരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഭവന പദ്ധതി തുടങ്ങാമല്ലോ. അല്ലെങ്കിൽ ഒരു അംഗനവാടി സ്ഥാപിക്കണം. അതുമല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായനിധി രൂപീകരിക്കാമല്ലോ. അതായിരിക്കില്ലേ ജനങ്ങൾ എന്നും ഓർക്കുന്ന യഥാർത്ഥ സ്മാരകം. കല്ലും കോൺക്രീറ്റും കൊണ്ട് നിർമ്മിക്കുന്ന സ്മാരകങ്ങൾ കാലക്രമേണ പൊടി പിടിക്കും. പക്ഷേ ഒരു കുടുംബത്തിന് ലഭിച്ച വീട്, ഒരു രോഗിക്ക് ലഭിച്ച ചികിത്സ, ഒരു കുട്ടിക്ക് ലഭിച്ച വിദ്യാഭ്യാസം, ഇവ തലമുറകൾ ഓർക്കുന്ന സ്മാരകങ്ങളാണ്. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ സ്മാരകങ്ങൾ പോലും പല സ്ഥലങ്ങളിലും വേണ്ടത്ര പരിഗണന കിട്ടാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ പിന്നിലാക്കി കോടികൾ സ്മാരകങ്ങൾക്ക് ചെലവഴിക്കുന്നത് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമാണ്. സ്മാരകങ്ങൾക്കല്ല, മനുഷ്യരുടെ ജീവിതത്തിനാണ് മുൻഗണന വേണ്ടത്. കാരണം സ്മാരകത്തേക്കാൾ വലിയ സ്മരണ മനുഷ്യ സേവനമാണ്. ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും കൂടി ചെയ്യണേ.